ഷൊർണൂർ നഗരസഭയിൽ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ എസ്ഡിപിഐയുടെ വോട്ട് സിപിഎമ്മിന് 33 അംഗ കൌൺസിലിൽ 16 സിപിഎം അംഗങ്ങളുടെയും ഒരു എസ്ഡിപിഐ അംഗത്തിന്റെയും ഉൾപ്പെടെ 17 വോട്ട് നേടിയാണ് സിപിഎമ്മിലെ എം.കെ. ജയപ്രകാശ് വിജയിച്ചത്. എസ്ഡിപിഐ നഗരസഭാംഗം ഹസീന അഷ്റഫ് സിപിഎമ്മിനാണ് വോട്ട് ചെയ്തത്. ഇതോടെ എസ്ഡിപിഐയുമായി തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന്റെ രഹസ്യ ബന്ധമാണ് പുറത്തായതെന്ന് ബിജെപിയും കോൺഗ്രസും ആരോപിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിൽ നിന്ന് എം.കെ. ജയപ്രകാശ്, ബിജെപിയിലെ ഇ.പി. നന്ദകുമാർ, യുഡിഎഫിലെ കെ. കൃഷ്ണകുമാർ എന്നിവരാണ് മത്സരിച്ചത്. ഇതിൽ സിപിഎമ്മിന് 17, ബിജെപിക്ക് 9, യുഡിഎഫിന് 7 വോട്ടുകളാണ് ലഭിച്ചത്. എസ്ഡിപിഐയുടെ വോട്ട് സിപിഎമ്മിനാണ് ലഭിച്ചത്. ഇതോടെ എസ്ഡിപിഐയുമായി തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന്റെ രഹസ്യബന്ധമാണ് പുറത്തായതെന്ന് ബിജെപിയും കോൺഗ്രസും ആരോപിച്ചു. എസ്ഡിപിഐ പോലുള്ള തീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് സിപിഎം ഷൊർണൂരിൽ അധികാരം കൈയാളിയിരിക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പിന് മുന്നേ ബിജെപി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇക്കാലം എത്രയും കേരളത്തിലുടനീളം സുഡാപ്പികളെ പോലുള്ള തീവ്രവാദി പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് സിപിഎം അധികാരത്തിൽ വരുന്നു എന്നുള്ള യഥാർത്ഥ തെളിവാണ് ഷൊർണൂർ നഗരസഭയിൽ നടന്നിട്ടുള്ളത്. ഇനിയുള്ള കാലങ്ങളിലും ഇത്തരം കക്ഷികളുമായി ഇവര് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പോലെ തന്നെ ബന്ധം ഇനിയുള്ള കാലങ്ങളിൽ ഇവിടെ നടത്തും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ചെയർമാൻ തെരഞ്ഞെടുപ്പ്. എന്നാൽ എസ്ഡിപിഐ അംഗത്തിന്റെ വോട്ടില്ലെങ്കിലും നഗരസഭയിൽ മേൽക്കൈ സിപിഎമ്മിനാണെന്നും പ്രതിപക്ഷ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം എം.ആർ. മുരളി പ്രതികരിച്ചു. എസ്ഡിപിഐയുടെ വോട്ടുകൊണ്ടല്ല ഞങ്ങൾ ജയിക്കും. ഇവിടെ സിപിഐയും എസ്ഡിപിഐക്കും ആർഎസ്എസിനും യുഡിഎഫിനും ഒക്കെ എതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം. ഞങ്ങൾ ആരോട് വോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. അവരുടെ വോട്ട് കൊണ്ടല്ലതാനും ഞങ്ങൾ ജയിക്കും. അവർ വോട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഞങ്ങൾ ജയിച്ചിരിക്കും. ബിജെപിയുടെയും കോൺഗ്രസിന്റെയും കൂട്ടുകെട്ട് പൊളിക്കാനാണ് സിപിഎമ്മിന് വോട്ട് ചെയ്യാൻ പാർട്ടി തീരുമാനിച്ചതെന്ന് എസ്ഡിപിഐ ജില്ലാ കമ്മിറ്റി അംഗം ടി എം മുസ്തഫ പറഞ്ഞു. കോൺഗ്രസും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ബിജെപിക്ക് ഇങ്ങനൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്. ആ കൂട്ടുകെട്ട് ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എസ്ഡിപിഐയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് എസ്ഡിപിഐ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഹസീന അഷ്റഫ് LDF-ൽ വോട്ട് ചെയ്തത് എന്നുള്ളത് സത്യമാണ്. ബിജെപിക്കും കോൺഗ്രസിനും എതിരെ തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. അത് LDF-നോടുള്ള പ്രത്യേക താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. ഷൊർണൂർ നഗരസഭാ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട എം.കെ. ജയപ്രകാശ് വരണാധികാരി സി. ശങ്കരന് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ശക്തമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും പോപ്പുലർ ന്യൂസ് ഷൊർണൂർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പണമില്ലാതെ വരൂ, മൊബൈൽ ഫോൺ കൊണ്ട് മടങ്ങും. ലോകോത്തര ബ്രാൻഡുകളുടെ പുതുപുത്തൻ മോഡലുകൾ, ആക്സസറീസിന്റെ അപൂർവ ശേഖരം. എല്ലാ സ്മാർട്ട് ഫോണിനുമൊപ്പം ബ്ലൂടൂത്ത് സ്പീക്കറും ആക്സസറീസും സൗജന്യം. സർവീസ് ചെയ്യുന്ന എല്ലാ മൊബൈലുകൾക്കും ഗ്ലാസും പൗച്ചും സൗജന്യം. 0% പലിശ നിരക്കിൽ ബജാജ്, HDFC ബാങ്കുകളുടെ വായ്പയും ലഭ്യം. ന്യൂ മെട്രോ മൊബൈൽസ് ആൻഡ് ഇലക്ട്രോണിക്സ്, പഴേരി പ്ലാസ, കോടതിപ്പടി, മണ്ണാർക്കാട്. ഫോൺ 9947 774781 7907